ലോകത്ത് ശത്രുക്കളെക്കാൾ കൂടുതൽ ദ്രോഹികളും സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ സ്നേഹം നടിക്കുന്നവരുമാണ്. ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് പുറമെ ചിരിച്ചു കാണിക്കുന്നവനേക്കാൾ വിശ്വാസയോഗ്യനാണ് നേർക്കുനേരെ വന്നു നിന്ന് പോരിടുന്ന ശത്രു. സ്നേഹമുള്ളവർക്ക് മുൻപിൽ താഴ്ന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ സ്നേഹം മനസ്സിലാക്കാത്തവരിൽ നിന്നും അകന്നു മാറുന്നതും തെറ്റല്ല. ചിലർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ഏതാനും നിമിഷങ്ങൾ മതിയാകും. മറ്റു ചിലർക്ക് വർഷങ്ങൾ പോലും മതിയാവില്ല. ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖമില്ലെന്നല്ല, മറിച്ച് അത് കാണിക്കാതിരിക്കാനും കൈകാര്യം ചെയ്യാനും അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സങ്കടങ്ങൾ മറച്ചു പിടിച്ച് നടക്കേണ്ടതില്ല. അതിൻ്റെ നോവറിഞ്ഞുകൊണ്ട് തന്നെ ചിരിക്കണം, തളർത്തിയവർക്ക് മുൻപിൽ കരുത്തറിയിക്കുവാൻ. പിന്നിൽ നിന്ന് കുത്തുന്നവരോട് നന്ദി പറയുക, നമ്മൾ അവരെക്കാൾ മുന്നിൽ തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചതിന്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർ തൻ്റെ സ്വത്വം മറന്ന് പല വേഷങ്ങൾ സ്വീകരിക്കുന്നു. ആരായിരുന്നാലും അവർ നമുക്ക് തരുന്ന മര്യാദയ്ക്ക് അനുസരിച്ചായിരിക്കും തിരിച്ച് നമ്മൾ അവർക്ക് നൽകുന്നതും. സ്വാർത്ഥരായ ആളുകൾക്കൊപ്പം ഒന്നിച്ചിരിക്കുന്നതിനേക്കാൾ തനിച്ചിരിക്കുന്നതാണ് നല്ലത്. ശല്യം എന്ന് വിചാരിക്കുന്ന തരത്തിൽ ആരോടും അടുക്കരുത്. സ്നേഹവും ചില നേരം കഴിക്കുമെന്ന് ഓർക്കുക. ചില സുഹൃത്തുക്കൾ ചില കാലത്തേക്ക് മാത്രം ഉള്ളവരാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ചിന്തകളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം. അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ മനുഷ്യരെയാണ് ലോകം വിഡ്ഢികളെന്ന് വിളിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരോട് ദേഷ്യം കാണിക്കുന്നതിന് പകരം നിങ്ങൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് കുറ്റബോധം തോന്നും.